ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫേസ്ബുക്ക് ആഡ്സും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആഡ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആഡ്സ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതാണ് ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. എല്ലാവർക്കും മാർക്കറ്റ് ആഡ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതിന് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബിസിനസ് വെരിഫിക്കേഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു മെറ്റ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഈ ഒരു ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ ബിസിനസ് വെരിഫിക്കേഷൻ ചെയ്യണം. അതിന് രണ്ട് അവർ സർട്ടിഫിക്കറ്റ് ചോദിക്കും. ഇപ്പം ബിസിനസ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ബിസിനസിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബില്ലോ കാര്യങ്ങളോ വേണം. യൂട്ടിലിറ്റി ബില്ലെന്ന് പറയുമ്പോൾ മറ്റേ ടെലിഫോണിൽ നിന്ന് കിട്ടുന്ന ബില്ലോ അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താണ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതി ബില്ലോ എന്തെങ്കിലും അതിൽ അറ്റാച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബിസിനസ് ഇവിടെ ഉണ്ട് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ബിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതും ഈ ബിസിനസ് വെരിഫിക്കേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ ഈ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നതാണ് ലീഡ്സ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, കറക്റ്റ് ലീഡ്സ് അല്ല, കൈതട്ടി വന്ന ലീഡ്സുകളാണ് ആൾക്കാർ ഇതിലോട്ട് എൻട്രി ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ബിസിനസിനെ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ഇൻക്ലൂഡഡ് ആവുകയും ആ വെബ്സൈറ്റിൽ എന്തൊക്കെ കണ്ടന്റ് നമ്മൾ ഇട്ടിട്ടുണ്ടോ അതനുസരിച്ചുള്ള ആൾക്കാരെ ഫൈൻഡ് ചെയ്ത് കൊണ്ടുവരുത്തുകയും ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ബിസിനസ് വെരിഫിക്കേഷൻ ഫേസ്ബുക്കിൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോ കാണാം.